ഹായ് ഫ്രണ്ട്സ്, മാസ്റ്റേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ അവസാനങ്ങളിലായിട്ട് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ പുതിയ മോഡൽ 350X ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ അല്ല. ഇപ്പോൾ ഈ വണ്ടി ഓടിച്ച് കുറച്ച് നാളിപ്പോൾ ഒരു 3000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ ഓടിയിട്ടുള്ള അവൻ്റെ വണ്ടി ഞാൻ ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പഴയ BS4ഉം ഈ BS6ഉം തമ്മിലുള്ള എന്നുള്ള പറ്റി ചർച്ച ചെയ്യുന്നൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഈ ഇറങ്ങിയിരിക്കുന്ന വണ്ടിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ലുക്കിൽ മാത്രം ചെറിയ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൽ പിന്നെ ABS വന്നിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ പഴയ സ്റ്റാൻഡേർഡ് BS4 വരുന്ന അതേ ലുക്ക് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഈ സൈഡിലുള്ള ഈ റിഫ്ലക്ടറും ഈ ഒരു ABSും തന്നെയാണ് മെയിനായിട്ട് ഇതിൽ വന്നിട്ടുള്ള വ്യത്യാസം. അതല്ലാതെ ഇതിൻ്റെ ഹെഡ് ലാമ്പിലോ അതിൻ്റെ ഈ ടൈഗിലായിട്ട് അതിൻ്റെ കാര്യത്തിലൊന്നും വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതുമാത്രമല്ല ഇൻഡിക്കേറ്ററിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് 350 BS4 വരുന്ന വണ്ടിക്കൊക്കെ ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ള ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെയെല്ലാം ഒരു സിൽവർ കളർ കോട്ടിങ്ങോട് കൂടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇതിൽ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് അവർ ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ടിംഗ് ഉള്ളത്, നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് അതിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതൊരു വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. അതുമാത്രമല്ല എൻ്റെ വണ്ടിക്കൊക്കെ വരുന്ന ഈ പുറത്ത് വരുന്ന ഈ ഗ്ലാസ്, ഈ കാണുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളതല്ല, സാധാരണ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, അതിനകത്ത് ഓറഞ്ച് കളറുള്ള ബൾബാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫ്രണ്ടിൽ നിന്നുള്ള ഈ ഒരു ഇത്. ഈ വീഡിയോയിൽ ഞങ്ങൾ കൂടുതലായിട്ടും ഇതിൻ്റെ സ്പെക്ക് കൂടുതലായിട്ട് പറയുന്നില്ല. സ്പെക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഗൂഗിൾ നോക്കിയാലും മതിയല്ലോ. അത് ഞങ്ങളിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് നമുക്ക് ഇതിൽ കാണിക്കാനുള്ള വഴി നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ സ്റ്റിക്കർ ചെയ്തിട്ടുള്ള നമ്മുടെ സാധാരണ BS4 വണ്ടിക്കൊക്കെ, എൻ്റെ വണ്ടി സ്റ്റാൻഡേർഡ് 350 വരുന്നതിനകത്ത് ഇവിടെ 3D സ്റ്റിക്കറാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ആ സ്റ്റിക്കറിന് പകരം ഇപ്പോൾ സാധാ ഒരു വേറെ ലൈനോ ഗോൾഡൻ ലൈനൊന്നും ഇല്ലാതെ സാധാ ഒരു ഇത് പെയിൻറ്റിങ്ങിൽ അവർ ഈ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റിക്കറും ഇതും സെയിം ടൈപ്പിലുള്ള സ്റ്റിക്കറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മുമ്പ് നമ്മുടെ അതിൽ വരുമ്പോൾ അതും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, ഇതും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു വ്യത്യാസമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. എനിക്കിഷ്ടപ്പെട്ടത് പേഴ്സണലായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ ആ 3D കളറിലുള്ള ആ ഒരു 3D പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ടൈപ്പിലുള്ള ഒരു സ്റ്റിക്കർ വർക്കാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇതിൽ ഈ ടാങ്കിൻ്റെ കാര്യത്തിലും ബാക്കി ഓവറോൾ ഷേപ്പിലും കാര്യത്തിലെല്ലാം വേറെ വ്യത്യാസങ്ങളൊന്നും അധികം വരുത്തിയിട്ടില്ല. ഫ്രണ്ട് മാത്രമേ ABS വന്നിട്ടുള്ളൂ, സിംഗിൾ ചാനൽ ABS ആണ്. അപ്പോൾ ഫ്രണ്ട് പുറകിലേക്ക് വരുമ്പോൾ പുറകിൽ സാധാ നമുക്ക് വണ്ടിയിൽ വരുന്ന ഡ്രം ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീലിൽ അതിലും കൂടെ ഒരു കറുത്ത പെയിൻറ്റിങ് കാര്യങ്ങളും കേട്ടിട്ട് അത് കുറച്ച് ലുക്ക് കയറ്റാനായിരിക്കണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സ്റ്റാൻഡേർഡിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ഈ ബാക്ക് ടൈൽ ലാമ്പും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവരെയും വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നമ്മുടെ ക്ലാസിക്കിലൊക്കെ വരുന്നത് പോലത്തെ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള സാധനം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമായിരുന്നു. ഇവർക്കിപ്പോൾ ABS ഒക്കെ വെച്ച് BS6 മോഡലൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ചും കൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. അത് നമുക്ക് വിഷയമല്ല. നമുക്കിപ്പോൾ ഈ സംഭവം ഒരു 600 രൂപ 700 രൂപ ചിലവിൽ വരുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസിക്കിൻ്റെ ആ സെറ്റ് അസംബ്ലി ആയിട്ട് വാങ്ങി മാറാവുന്നതേ ഉള്ളൂ. അത് വേറെ ഇതൊന്നുമില്ല. പിന്നെ സീറ്റിങ്ങും കാര്യങ്ങളെല്ലാം പഴയ BS4 അതിൻ്റെ സെയിം തന്നെയാണ്. അതിലും വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് എൻജിൻ്റെ കാര്യത്തിൽ ഞാൻ ഓടിക്കുമ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. പഴയ വണ്ടിയൊക്കെ കാട്ടിയും ഒരല്പം കൂടി ഒരു സഡൻ പിക്കപ്പ് കൂടിയതുപോലെ ഒരു തോന്നുന്നുണ്ട്. അതുമാത്രമല്ല വൈബ്രേഷൻ നല്ല രീതിയിൽ കൺട്രോൾ ആയിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്കൊരു രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ BS4 വേണ്ടി. അതിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഈ മിററൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. ഹാൻഡിലോട്ട് നമ്മുടെ കൈക്കൊക്കെ ഒരു വൈബ്രേഷൻ വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു അതിന്. അത് ഒരു പരിധിയല്ല ഒരു 90% വരെ ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. നല്ല സുഖമുണ്ട് ഇപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട്. നമുക്ക് കൈക്കൊന്നും വേറെ പ്രശ്നം വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ കീ ഓൺ ചെയ്യുമ്പോൾ ABSൻ്റെയും
ഒരു ഫ്യൂൽ ഇൻഡിക്കേറ്ററിൻ്റെയും ഓരോ സിമ്പിൾ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വണ്ടി കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ABS എന്നുള്ള സിമ്പിൾ കാണിക്കുമെങ്കിലും നമ്മളൊന്ന് മൂവ് ആയി കഴിയുമ്പോൾ വണ്ടി കുറച്ചുകൂടെ പോയി കഴിയുമ്പോൾ ആ ABS എന്നുള്ളതിൻ്റെ ആ സിമ്പിൾ മാറുന്നുണ്ട്. നമ്മളിപ്പോൾ അടുത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വീണ്ടും കത്തി വരുന്നതാണ് അതിൽ സാധാരണ അതിൽ വർക്കാവുന്നത്. പിന്നെ ഈ ഫ്യൂൽ ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം, നമുക്ക് റിസർവ് ആകുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അത് കുറച്ചും കൂടെ പെട്രോൾ കുറഞ്ഞ് നമുക്ക് തീരുന്നുള്ളൊരു 1 ലിറ്റർ 1.5 ലിറ്റർ ആ ഒരു കണ്ടീഷനൊക്കെ എത്തുമ്പോൾ അത് കൂടുതലായിട്ട് ബ്ലിങ്ക് ചെയ്ത കാര്യം സ്റ്റഡി ആയിട്ട് നിൽക്കാൻ തുടങ്ങും. ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്, സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള വണ്ടിയല്ല, സാധാരണ നമ്മുടെ കാർബറേറ്റർ വരുന്നതാണ്. എനിക്ക് ഒരു പേഴ്സണലായിട്ടൊരു ചോദ്യം അതാണ്. സാധാരണ നമ്മുടെ BS4 വണ്ടിക്കൊക്കെ ഈ കാർബറേറ്റർ ആണെങ്കിൽ അതിലിപ്പോൾ നമ്മൾ റിസർവ് മെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിന് കൂടുതലായിട്ട് ഈ ഒരു ലൈറ്റ് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് പഴയ തമ്മിൽ വലിയ വ്യത്യാസമായിട്ട് പറയാൻ നമുക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തണ്ടർബേർഡ് പോലത്തെ വണ്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ നമ്മുടെ ഏതാണ് ഫ്യൂവലിൻ്റെ ഓരോ കട്ട ബാറായിട്ട് ഇങ്ങനെ കൊടുത്തേക്കും. അതുപോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പഴയ ഈ കുലിക്ക് നടക്കുന്ന സെറ്റപ്പ് തന്നെയാണ് ഇതിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴിയുള്ളൂ. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് പുറമേ നോക്കുമ്പോൾ ഉള്ളത്. പിന്നെ ഇതിൻ്റെ എൻജിനിലേക്ക് കുറച്ച് കറുത്ത പെയിൻ്റൊക്കെ ചെയ്ത് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യം, നമ്മുടെ പുറകിൽ ഇവിടെ ഒരു സെൻസർ കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ സെൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ABS ഫ്രണ്ടിൽ ABS വരുമ്പോൾ ഇതിൻ്റെ പുറകിലാണല്ലോ ഇതിൻ്റെ കറക്കമെല്ലാം നമ്മൾ അങ്ങോട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡും കൂടെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് ABS വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസറായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയാൻ പറ്റിയത് അങ്ങനെയാണ്. ഇനി അതെന്തെങ്കിലും തെറ്റ് അതെന്താണ് കറക്റ്റായിട്ടുള്ള കാര്യം എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. നമ്മുടെ ഈ ടയർ കണ്ടല്ലോ, BS6 വന്നിരിക്കുന്നതും സെയിം ടയറാണ്. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്, നമ്മളിപ്പോൾ ഒരു സൈസുള്ള ഒരാളാണ് ഈ വണ്ടി ഓടിച്ച് പോകുമ്പോൾ, ഈ പുറകിലത്തെ ടയർ വളരെ സൈസ് കുറഞ്ഞ ടയറാണ് ഇതിൽ വരുന്നത്. നമ്മുടെ പഴയ വണ്ടിക്കും ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, ബുള്ളറ്റ് ഓടിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് അത് ഒരു കാണുമ്പോൾ ഒരു സുഖമില്ലായ്മ പറഞ്ഞിട്ടുള്ള വിഷയം ഇത് തന്നെയാണ്. പക്ഷേ ഇതുവരെയും ഇവരിതിൽ ഈ ഒരു പുതിയ സീരീസ് വന്നിട്ടും അതിലൊരു അപ്ഡേഷൻ വന്നിട്ടില്ല. നമുക്കിപ്പോൾ ഇതിൽ ടയർ മാറ്റിയിടാം എന്നൊരു ഇത് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാൻ ടയർ മാറി കുറച്ചുകൂടെ വീതിയുള്ള ടയർ ഇട്ടു. പക്ഷേ അത് അത്രത്തോളം ഒരു സുഖമുള്ള വണ്ടി ഇതല്ല. ഒരു ഗ്രിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമാണ്. നമുക്കിപ്പോൾ ഈ കോർണറിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് സ്ലിപ്പാവുന്ന പോലത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അടുത്ത സീരീസിലെങ്കിലും ഈ ഒരു ടയറിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കാൻ ശ്രമിക്കും എന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ആഗ്രഹമാണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം, എനിക്ക് പ്രധാനമായിട്ട് ഹെഡ്ലൈറ്റ് രാത്രി ഒരുപാട് പോകുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വണ്ടി ഓടിക്കുന്ന റോഡിലോട്ടൊക്കെ വലിയ പ്രകാശം കുറവാണ്. പക്ഷേ പഴയ വണ്ടിയേക്കാൾ കുറച്ചുകൂടി ബ്രൈറ്റ്നസ് കൂടുതലാണെന്ന് എനിക്ക് ഒരു തോന്നലുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ബ്രൈറ്റ്നസ് ഇപ്പോൾ നമുക്ക് രാത്രി പോകുന്ന സമയത്ത് പ്രകാശം കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഈ കാണുന്ന ഗ്രില്ലിൻ്റെ പ്രശ്നമാവാം. എൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും വാങ്ങുമ്പോഴത്തേക്കും ഇതുപോലൊരു ഗ്രില്ല് വാങ്ങിയിട്ട് ഇടാറുണ്ട്. ഈ ഗ്രില്ല് കിടക്കുന്ന സമയത്തോളം കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കുറവായിരിക്കും, അതിൻ്റെ ഒരു മറവ് വരുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ പ്രശ്നം, വേറെ കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ ഈ വണ്ടിയുടെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു തരം പെയിൻറ്റിങ്ങാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. കൊള്ളാം. നമുക്കിപ്പോൾ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് സൂക്ഷിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല തിളക്കമായിട്ട് നിൽക്കുന്ന രീതിക്കാണ് ഇതിൻ്റെ ഒരു പെയിൻറ്റിങ്. മറ്റേന്ന് എന്തോ ഒരു പ്രശ്നമല്ല, എന്തോ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് തന്നെയാണ്. പഴയ വണ്ടിക്കൊക്കെ വരുന്ന ആദ്യത്തെ കുറച്ച് നാളത്തേക്ക് നല്ല തിളക്കമൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിയുമ്പോൾ തിളക്കമൊക്കെ പോയി മങ്ങി കളറൊക്കെ ഫെയ്ഡായ ഒരു പരിവാവും. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെ വരുന്നില്ല. ഇത്രയും നാൾ ഓടിയിട്ടും ഈ വണ്ടിക്ക് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ കണ്ടില്ല. ഇപ്പോൾ കണ്ടാലും നല്ല പുത്തൻ വണ്ടി പോലെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ എഞ്ചിൻ്റെയൊക്കെ സൈഡിൽ വരുമ്പോൾ ഒരു സിൽവർ കളറിലുള്ള കോട്ടിംഗ് ആയിട്ടുള്ള എഞ്ചിനൊക്കെ അവിടെ വരുമ്പോൾ ഇതിലെല്ലാം ചെളി പിടിച്ചിട്ട്, അതുപോലെ നമ്മളിവിടെ ലൂബൊക്കെ ഉപയോഗിക്കുമ്പോൾ ലൂബിൻ്റെയൊക്കെ ഇതൊക്കെ തെറിച്ചിട്ട് ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ബ്ലാക്ക് കയറിയതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഈ ചെളിയോ അതുപോലത്തെ മണ്ണൊക്കെ പറ്റിയിരുന്നു കഴിഞ്ഞാൽ വലിയ വൃത്തികേടില്ലാത്ത രീതിക്ക് അറിയാൻ പറ്റുന്നില്ല. അത് പ്രശ്നമില്ല. മുമ്പാകുമ്പോൾ സിൽവർ കളറിലാകുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും. ബ്ലാക്ക് ആകുമ്പോൾ അത് വേറെ കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻജിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പഴയ ശബ്ദം, അതായത് നമുക്കൊരു വണ്ടി എടുത്തു കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും സർവീസ് സെൻ്ററിൽ ആദ്യം പോയി പറയുന്ന എൻജിനൊരു വല്ലാത്തൊരു നോയ്സ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സെയിം കംപ്ലയിൻറ്റ് ഇതിനും ഈ വണ്ടിക്കുമുണ്ട്. ഒരു ചെറിയ ടിക് സൗണ്ട്. അത് കംപ്ലയിൻ്റ് അല്ല, ഇപ്പോൾ എൻജിനിലുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും അത് ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നാറുണ്ട്, എനിക്ക് തോന്നാറുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈലൻസർ നമുക്ക് പഴയ വണ്ടിയിൽ നിന്നും കുറച്ചുകൂടി ലെങ്ത് കൂടിയിട്ട് ഈ എൻഡ് വന്നിട്ട് അകത്തേക്ക് മടങ്ങിയിരിക്കുന്ന ടൈപ്പിലുള്ളൊരു പുതിയ എക്സോസ്റ്റാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ സൗണ്ടിൽ വേറെ വ്യത്യാസമൊന്നുമില്ല, പഴയ BS4 ഇറങ്ങിയ സമയത്തുള്ള അതേ ശബ്ദം തന്നെയാണ് ഇതിലും തന്നിട്ടുള്ളത്. ഏകദേശം ലുക്ക് ഇതുമായിട്ട് സെയിം ആയിട്ട് വരുന്ന പുതിയ മോഡലുകളിൽ നമ്മുടെ ഈ സൈലൻസറിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ ബെൻഡ് പൈപ്പിൻ്റെ ഇവിടെ ആയിട്ട് കാറ്റലറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സംഭവം വരുന്നുണ്ട്. ഒരു സിലിണ്ടർ ഷേപ്പിൽ ഇവിടെ വരുന്നുണ്ട്. ഒരു ഓട്ടോ സെൻസറും വരുന്ന ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ആ സീരീസിൽ പെട്ടതല്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സൈഡ് സ്റ്റാൻഡിനൊരു സെൻസർ കൂടെ വന്നിട്ടുണ്ട്. അതും ഈ വണ്ടിയിലില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു കമ്പാരിസൺ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സീറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ നമ്മുടെ BS4 വരുന്ന അതേ സെയിം സീറ്റ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. റൈഡർക്ക് വിശാലമായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റിയ തരത്തിലുള്ള വീതിയുള്ള പരന്ന ഒരു സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലത്തെ സീറ്റ് പുറകിരിക്കുന്ന പില്ലിയൻ സീറ്റാണെങ്കിൽ കുറച്ച് സുഖക്കുറവാണ്. ഇരുന്ന് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള ഒരു സീറ്റാണ് ഇപ്പോഴും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ വണ്ടിയിൽ വരുമ്പോൾ സസ്പെൻഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. എന്നിരുന്നാലും BS6 നമുക്ക് വരുമ്പോഴത്തേക്ക് ഈ പഴയ ടൈപ്പിലുള്ള ഈ സസ്പെൻഷൻ മാറിയിട്ട് നമ്മുടെ ഗ്യാസ് സസ്പെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഒന്നും കൂടെ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കാര്യം ഇപ്പോൾ BS6 പോകുമ്പോഴത്തേക്ക് ഇനി അടുത്തൊരു സീരീസ് ഒന്നും അതിലും ചിലപ്പോൾ ഇതായിരിക്കാം. ഈ സംഭവം മാറ്റിയിട്ട് ഒരു ഗ്യാസ് സസ്പെൻഷൻ കൊടുത്ത് കുറച്ചും കൂടെ വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു. പിന്നെ ഇതിൽ മേജറായിട്ടുള്ള വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ചേഞ്ചസ് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് നോക്കിയ ക്ലച്ചും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ മിററും എല്ലാം സെയിം ആണ്. പഴയ BS4 എങ്ങനെയാണോ അത് തന്നെയാണ്. ചെറിയ പെയിൻറ്റിലും കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇറക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ABS നമ്മുടെ ഗവൺമെൻറ് റൂൾ പ്രകാരം ഇപ്പോൾ എല്ലാ വണ്ടിക്ക് ABS വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ABS കയറ്റിയതുപോലെയാണ് തോന്നുന്നത്. ബാക്കി ലുക്കിലും കാര്യത്തിലും പെയിൻറ്റിങ്ങും എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടേ ഉള്ളൂ. നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പഴയ BS4 സെയിം ആണ്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എനിക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നത് BS4 വണ്ടി, അതായത് സ്റ്റാൻഡേർഡ് 350 എൻ്റെ ഇരിക്കുന്ന മുമ്പ് വീഡിയോ കിട്ടിയതിലുള്ള അതുപോലത്തെ വണ്ടിയായിരുന്നാണ് എൻ്റെ ഒരു മെയിൻ. ആര് ചോദിച്ചാലും ബെറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടെ ഒരു ടോർക്കും കാര്യങ്ങളൊക്കെ വ്യത്യാസമൊന്നും എഞ്ചിനൊന്നും വരുത്തിയിട്ടില്ല. എന്നിരുന്നാലും കുറച്ചുകൂടി എനിക്കിപ്പോൾ തോന്നുന്നത് ആൾക്കാർ ഒരുപാട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ആൾക്കാർക്ക് എടുക്കാൻ കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് എനിക്കിതിപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഇതിലിപ്പോൾ ആദ്യത്തെ 500 കിലോമീറ്ററിലൊക്കെ സർവീസൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സർവീസ് സെൻ്റർ പറയുന്നത്. ഈ വണ്ടിയുടെ ഓണർ ഇപ്പോൾ സർവീസിന് സമയം ആയിട്ടില്ല. സർവീസിന് അവൻ ആദ്യത്തെ ഒരു സർവീസ് ചെയ്തിട്ട് രണ്ടാമത്തെ സർവീസിന് പോയിട്ടില്ല. ഞാൻ പറയുന്നുണ്ട് സർവീസ് സെൻ്ററിലൂടെ മാക്സിമം പോവാതിരിക്കുക. എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. സർവീസ് സെൻ്ററിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ കാര്യം ഒരുപാട് കംപ്ലയിൻറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വണ്ടി പല പ്രാവശ്യം കൊണ്ട് കയറി ഇറങ്ങിയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് അതൊന്നും മൈൻഡ് ചെയ്യാൻ പോലും, ജസ്റ്റ് നമ്മൾ എന്തിനോ പോകുന്നു, അവരെന്തോ നോക്കുന്നു, എന്തോ പറഞ്ഞു വിടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഒരു കംപ്ലയിൻറ്റും അവർ ക്ലിയർ ചെയ്ത് വിടുന്നില്ല. ഇവർ പറയുന്നുണ്ട് നമ്മുടെ ഈ വണ്ടിയൊക്കെ ഇപ്പോൾ തന്നെ കീ ഓൺ ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തി കിടക്കും, അതൊക്കെ ഇപ്പോഴത്തെ റൂളാണ്. ഓക്കെ ശരി, അത് നമ്മളൊന്ന് മാറ്റി അല്ലാതെ ഒരു സ്വിച്ച് അഡീഷണൽ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉടനെ പറയുന്നത് വയറിങ്ങിൻ്റെ വാറൻറ്റി കട്ട് ചെയ്യും. അതുപോലെ തന്നെ എഞ്ചിൻ്റെ നമുക്ക് ഈ സൈലൻസറൊക്കെ ഒന്ന് എക്സോസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും എഞ്ചിൻ വാറൻറ്റി കട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഇവർ എന്താണ് ഈ വാറൻറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്, ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ശരി ഇപ്പം നോക്കിയിട്ട് കൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ അവരെന്തോ അഡ്ജസ്റ്റ് ചെയ്യുന്നു, തിരിച്ചു കൊണ്ട് തരുന്നു. നമ്മൾ ഇവിടെ ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻ്ററിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അടിയുണ്ടാക്കുന്നതും ഈ ഒരു വിഷയം തന്നെയാണ്. ഏറ്റവും കൂടുതലും ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻ്ററിലെല്ലാം ദുരന്തമാണ്. ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാനേ വഴിയുള്ളൂ. സാധാരണ ഒരു റോയൽ എൻഫീൽഡിൻ്റെ കസ്റ്റമറാണ് നമ്മളിപ്പോൾ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഒരു വണ്ടിയുടെ ഒരു ഓണർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പോയാലും സർവീസ് സെൻ്ററിൽ കയറി അടി ഉണ്ടാക്കാതിരിക്കാൻ ഒരു വഴിയില്ല. അതിനുള്ള വഴി അവർ തന്നെ ഒരുക്കി തരും. പല പ്രാവശ്യം എൻ്റെ വണ്ടിക്ക് ഞാൻ പല പ്രാവശ്യമായിട്ട് കയറിയിട്ടുണ്ട്. അതേ അവസ്ഥയാണ് എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. ഞാൻ അവനോടും പറയുന്ന ഈ കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സർവീസും ചെയ്യണം എന്നാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്യുന്നത് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും പുറത്ത് ഏതെങ്കിലും ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്നു, ഓയിൽ ചേഞ്ച് ചെയ്യുന്നു. പിന്നെ ബാക്കി ഈ ഫിൽറ്ററും കാര്യങ്ങളും ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ ഇതെല്ലാം ചേഞ്ച് ചെയ്യേണ്ട സമയമാകുമ്പോൾ അതങ്ങ് മാറിയാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കംപ്ലയിൻറ്റ് വരുമ്പോൾ അപ്പോഴും കൊണ്ട് കാണിച്ചാലും മതി. എനിക്ക് ചെറിയ കംപ്ലയിൻ്റൊക്കെ ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്ത് അത് ഭീകരമായിട്ടുള്ള കംപ്ലയിൻ്റ് ആക്കി തന്നൊരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ബില്ലിങ് പൊളിയാണ്. ചെറിയ ഒരു പാർട്സ് മാറാനെന്ന് പറഞ്ഞിട്ട് അവരൊരു ചെറിയ ബില്ലടിച്ച് തരും. അതിൻ്റെ തൊട്ട് താഴെ അഡീഷണൽ ആയിട്ട് അവരുടെ ലേബർ അത് ഇതെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ വയ്യ
ചോദിച്ചു കഴിഞ്ഞാൽ അത് സാർ അതിതാണ് സാർ അത് ഇതാണ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ സോൾവ് ചെയ്ത് വിടും. അത് കാരണം ഞാൻ അതോടുകൂടി അടിയുണ്ടാക്കി മടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്റർ കയറുന്ന പരിപാടി അങ്ങ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ എല്ലാം ലോക്കൽ വർക്ക്ഷോപ്പിലാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടിയുടെ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സജസ്റ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനായി വീഡിയോകൾ ലഭിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന് നല്ല വീഡിയോയുടെ അടുത്ത് കാണാം. ബൈ.